ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ആഴ്ചയിൽ വിശുദ്ധന്മാരോടുകൂടെ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ അവിടെ തന്നെ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. 2024 ആരംഭ ആഴ്ചയിലെ നമ്മുടെ ആദ്യത്തെ കൂടിവരവ് അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കടന്നു വന്ന എല്ലാവരെയും ദൈവം ഈ പുതുവർഷം തൻ്റെ വചനത്തിലും തൻ്റെ ആത്മാവിലും സമ്പന്നമാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലൂടെ മുൻപോട്ട് പോകാം. ഞാൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഓർമ്മ വരിക. വായിക്കുന്നില്ല, അങ്ങനെ ഒരു വാക്യമുണ്ട്. നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനായിട്ടാണ് എന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അത് അധികം പേരുടെ കണ്ണിൽ പെട്ടിട്ടില്ലാത്തൊരു വാക്യമാണ്. എനിവേ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിളി എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം അതിനകത്ത് മറിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ശാന്തമായി ദൈവസന്നിധിയിൽ ആ വാക്യമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉത്തരങ്ങൾ നൽകും. സഹോദരങ്ങളെ, ഞാൻ ഈ സഞ്ചരിച്ച സമയങ്ങളിലൊക്കെ ധാരാളം പുതിയ വ്യക്തിജീവിതങ്ങളെ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. അതുമാത്രമല്ല, വളരെ വർഷങ്ങളായിട്ട് ദൈവവചനം പങ്കുവയ്ക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത പല സ്ഥലങ്ങളിലേക്കും വീണ്ടും ചില വർഷങ്ങൾക്ക് ശേഷം കടന്നു പോകാൻ ദൈവം അവസരം നൽകി. അതായത് ഒരു 4-5 വർഷത്തിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും കടന്നു പോകാനിടയായി. എന്നാൽ ഈ ആരംഭ ആഴ്ചയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സങ്കടത്തിൻ്റെ ഭാണ്ഡക്കെട്ട് തുറക്കുന്നത് ശരിയല്ല, എങ്കിലും ഞാൻ തുടക്കത്തിലൊരു സങ്കടത്തിൻ്റെ ഭാണ്ഡക്കെട്ട് തുറക്കുകയാണ്. എൻ്റെ ഈ സഞ്ചാരങ്ങളിൽ പലതരം വ്യക്തിജീവിതങ്ങളെ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞല്ലോ. ചില പ്രാദേശിക കൂട്ടായ്മകളിലൊക്കെ ദൈവവചനം പങ്കുവച്ചു. അതിൽ ചില സ്ഥലങ്ങളൊക്കെ ഞാൻ മുന്നമേ ദൈവവചനം ദീർഘമായി സംസാരിച്ചിട്ടുള്ള ഇടങ്ങളാണ്. അതല്ലാത്ത ഇടങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് പോയപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത, ഈ സഹോദരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടി പൗലോസും ബർണബാസും വീണ്ടും ഒരു സെക്കൻഡ് യാത്ര, അല്ലെങ്കിൽ വീണ്ടും ഒരു 2-ാം മിഷൻ യാത്ര പോയി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇവരൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ ഈ ദൈവവചന ശുശ്രൂഷയുടെ ഇടയിൽ വളരെ സിമ്പിളായ അനവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. വളരെ സിമ്പിളായ ചോദ്യങ്ങൾ. ഒരുപക്ഷെ ആ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലൊക്കെ ഇടുന്നെങ്കിൽ നിങ്ങൾ ക്ഷണനേരം കൊണ്ട് മറുപടി പറഞ്ഞാനെ. പക്ഷെ ആ പ്രിയപ്പെട്ടവർക്ക് പലർക്കും ഫലപ്രദമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല. അത് എനിക്ക് സങ്കടത്തിന് കാരണമായി. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ചിന്തിക്കുക, അനേക ദൈവദാസന്മാർ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. അവർ പ്രസംഗിച്ചിട്ട് അവരവരുടെ പാട്ടിന് പോവുക, അല്ലാതെ അവിടെ അവർ കേട്ടോ, ഇനി അതിൻ്റെ ഉത്തരം എന്താണ്, ആ അധ്യായം ഏതാണ്, വാക്യം എവിടെയാണ്, അതിൻ്റെ പൊരുൾ എന്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ സമ്മർദ്ദത്തിലാക്കാൻ അവരൊന്നും പോകാറില്ല. ദൈവവചന ശുശ്രൂഷ കഴിഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോകും. പക്ഷേ ഈ പൗലോസ് പറയുന്ന പോലെ സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കകത്ത് വരുമ്പോൾ വിശുദ്ധന്മാർ എങ്ങനെയിരിക്കുന്നു, സാത്താന്യ ലോകത്തോട് പടവെട്ടാൻ പാകത്തിന് അവർ പ്രാപ്തരാണോ, സർവായുധ വർഗം ഉണ്ടോ, ഇങ്ങനെ അനവധി ചോദ്യങ്ങളാണ് ഒരു ശുശ്രൂഷകൻ്റെ മുമ്പിൽ വരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഒരു ലോക്കൽ ചർച്ചിൻ്റെ ശുശ്രൂഷകനുണ്ടല്ലോ. ആ ശുശ്രൂഷകൻ ഭാരമെടുത്താൽ പോരേന്ന് വേണേൽ ചിന്തിക്കാം. അങ്ങനെയല്ലല്ലോ. 5 വിധ ശുശ്രൂഷകർക്ക് ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ആ കൂട്ടുത്തരവാദിത്വത്തിലാണ് ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സഭ തികവിലേക്ക് വരണമെന്നുള്ളതിനാണല്ലോ, അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു ഫാക്ടറിയുടെ ഒരു ഡോറിലൂടെ റോ മെറ്റീരിയൽ അകത്ത് കൊണ്ടുവന്നു, മറ്റൊരു ഡോറിലൂടെ അത് ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ള നിലയിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആദാമ്യ പ്രകൃതിയോടുകൂടി നാം ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ പാപം നീക്കിക്കളഞ്ഞു, അതൊക്കെ സത്യമാണ്. പക്ഷേ ആദാമ്യ പ്രകൃതി നമ്മിലുണ്ട്. ആ ആദാമ്യ പ്രകൃതിയോടുകൂടി തന്നെയാണ് പഴയ മനുഷ്യനും നമ്മിലുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നത് നമ്മൾ ശരിക്കും യുദ്ധത്തിലാണല്ലോ. ആ യുദ്ധത്തിൽ വിശുദ്ധന്മാർ ജയിക്കണമെങ്കിൽ, ജയാളികളായി മുന്നേറണമെങ്കിൽ അവർ വചനത്തിൽ നിശ്ചയമുള്ളവരായിരിക്കണം, അവർ ആത്മാവിൽ ബന്ധിതരായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ വരിക കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാം. ഒത്തിരി പേര് പറയുന്നുണ്ട് എല്ലാവരും കാന്തയാണ്, നമ്മളെല്ലാം കാന്ത, ഇതിനു മാത്രം തല പുകയാനൊന്നുമില്ല. ഏതായാലും ഇതിനകത്ത് വന്ന് കയറിയല്ലോ, കർത്താവ് കാഹളം തെളിച്ച് എല്ലാ കാന്തകളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന സങ്കല്പത്തിലാണ് അനേകരിയിരിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയല്ല. പ്രാഥമികമായിട്ടൊരു ദൈവവചനം നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഉയർത്തി കാണിക്കാം.
മുന്നമേ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിയിട്ടുള്ള വാക്യമാണ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. 2 Corinthians chapter 11 verse 2 and 3. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ആദ്യം 2-ാം വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ വാക്യത്തിലൂടെ നമ്മൾ കാണുന്നത് കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർ, പലരായ കൊരിന്ത്യർ, അവരെല്ലാം കൂടെ സംബോധന ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇത് വളരെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് 2 വർഷമോ 3 വർഷമോ പിന്നിലായിരിക്കും ഇത് പറഞ്ഞത്. ഇപ്പോൾ ഓർത്തിരിക്കാനായിട്ട് സാധ്യത കുറവായിരിക്കാം. എന്നാലും സഹോദരങ്ങൾ, ഇതൊന്നും മറക്കാൻ പറ്റുന്ന വാക്യങ്ങളല്ല നമ്മെ സംബന്ധിച്ച്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി ഏത് രീതിയിലാണെന്നുള്ളത് തെളിഞ്ഞു വരുന്ന വാക്യങ്ങളാണിതൊക്കെ. അതായത് കൊരിന്തിൽ അനേകർ രക്ഷാനിർണയം പ്രാപിച്ച ദൈവരാജ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ വന്നിരിക്കുന്നവരെല്ലാം പലരാണ്. ആ പലരായ കൊരിന്ത്യരെ അവരെ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരാക്കണം. അവരെ പണിതൊരുക്കി ഒരു ശരീരം എന്ന നിലയിൽ, ഏക ശരീരസ്ഥർ എന്ന നിലയിൽ. അതായത് കന്യക എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് കന്യകമാരെന്നല്ല. നിങ്ങളെന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. അതിന് തത്തുല്യമായി അവിടെ എഴുതേണ്ടത് കന്യകമാരെന്നാണ് എഴുതേണ്ടത്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന കന്യക എന്നാണ്. കൊരിന്തിലൊരു സഭയേ ഉള്ളൂ. കർത്താവിൻ്റെ സഭയെന്ന് പറയുന്നത് സാർവത്രിക സഭ, ഒരു സഭയല്ലേ ഉള്ളൂ. സഭകളില്ല. നമ്മൾ ലോക്കൽ ചർച്ചസ് എന്ന് പറയും, പ്രാദേശിക സഭകളെന്ന് സ്വാഭാവികമായിട്ടും പറയാറുണ്ട്. അത് ഓരോ ചർച്ചിനെയും തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ്. അതല്ലാതെ പറഞ്ഞാൽ കർത്താവിൻ്റെ സഭ ഏകമാണ്. നമ്മൾ പറയുമല്ലോ, ഏകവും ശ്ലൈകവും, അത് സാർവത്രികവുമാണ്. സാർവത്രിക സഭയുടെ ഭാഗമാണ് നാം. അത് ഏകമാണ്, ശ്ലൈഹികമാണ്. അങ്ങനെയുള്ളൊരു സഭയുടെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പണികളുണ്ട്. പലരായ നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറേണ്ടതുണ്ട്. കന്യക എന്ന നിലയിൽ. അതായത് നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ 14-ാം അധ്യായത്തിലൊക്കെ കന്യകമാരെ കാണാം. കന്യകമാരെ. അതുപോലെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലൊക്കെ കന്യകമാരെ കാണാം. അപ്പോൾ ആ കന്യകമാരൊന്നും ദൈവസഭയുമായി ബന്ധമുള്ള കന്യകമാരല്ലെന്ന് നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ സഭ കന്യകമാരുടെ സംഘമല്ല, അത് കന്യകയാണ്. അത് ഏകവചനത്തിലേ പറയുള്ളൂ. സഭയെക്കുറിച്ച് പറയുമ്പോൾ ബഹുവചനത്തിൽ പറയില്ല, ഏകവചനത്തിലേ പറയുള്ളൂ. ഇത് മറന്നു പോകേണ്ട കാര്യമില്ല. ഒരു 5 കൊല്ലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ പണ്ടങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ വിഷമമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ, കാരണം ഇതൊരു കാതലായ മേഖലയാണ്. കൊരിന്ത് ലേഖനം മുഴുവൻ ആരെങ്കിലും കാണാതെ പഠിക്കാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമല്ല. കൊരിന്ത് ലേഖനത്തിലെ വാക്യങ്ങളുടെ എല്ലാ അർത്ഥവും വ്യാപ്തിയും നമുക്ക് ആർക്കും അറിയില്ല. എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. പക്ഷേ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് മറികടന്ന് പോകാൻ പറ്റില്ല. ഇത് ഞാനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഞാനും നിങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗൗരവമുള്ളൊരു വാക്യമാണ്. ഇതുപോലെ പല വാക്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ആ വാക്യങ്ങളൊന്നും പല സഹോദരങ്ങളും ചോദിച്ചപ്പോൾ പറയാതെ പോയതുകൊണ്ടുള്ള ഒരു സങ്കടമാണ് ഞാൻ പറയുന്നത്. യാത്രയിൽ അങ്ങനത്തെ ചില അനുഭവങ്ങളുണ്ടായി. അതേസമയം ആത്മാവിൽ വളർന്നു വരുന്ന വചന നിശ്ചയമുള്ള ഒരു കൂട്ടം സഹോദരങ്ങളെ അവിടെ ഇവിടങ്ങളിൽ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വചനത്തോട് ദാഹമുള്ള, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞെരങ്ങി കാത്തിരിക്കുന്നവരെയൊക്കെ കണ്ടുമുട്ടാനിടയായി. അതാണ് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു തണുപ്പ്, ഒരു ആശ്വാസം. ഓക്കെ, അങ്ങനെ ഞാൻ ആ യാത്രകളെക്കുറിച്ച് അത്രേ പറയുന്നുള്ളൂ. ഞാൻ മടങ്ങി വന്നതിന് ശേഷം എനിക്ക് പല സഹോദരങ്ങളും പല വൻകിട ന്യൂജൻ ചർച്ചുകളിലെ 31st ആ രാത്രിയിലെ പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ അറിയിപ്പുകൾ തന്നു. ചില പ്രസംഗങ്ങൾ തന്നു, അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ തന്നു. അതൊക്കെ കേട്ടപ്പോൾ സങ്കടം തോന്നി സഹോദരങ്ങളെ. ഈ കൊട്ടാരക്കര ഒരു ബിരുദൻ, അങ്ങനെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പം ദൈവത്തിൻ്റെ ദാസന്മാരെ അങ്ങനെയൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഞാനിവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ അവർക്കൊന്നും അറിയില്ല ഞാൻ എത്ര ഭവ്യതയോടും ബഹുമാനത്തോടുമാണ് അവരെയൊക്കെ കാണുന്നതെന്ന്. അവരൊന്നും പ്രശസ്തരല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ 24 മണിക്കൂർ ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പിന്നെ മിഡിൽ ഈസ്റ്റിലേക്കൊന്നും പറക്കുന്നവരല്ല. അവർ ലോക്കൽ ആളുകൾ തന്നെയാണ്. ദൈവസഭയെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകുന്നു. കർത്താവ് വിളിച്ച ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അതേസമയം ദൈവജനത്തിൻ്റെ രക്തം ഊറ്റി കുടിക്കുന്ന ആളുകളുണ്ട്. രക്തം ഊറ്റി കുടിക്കുന്ന ആളുകൾ, അങ്ങനെ അവർ ചീർത്തും വീർത്തും വരുന്നവരുണ്ട്. ഈ കൊട്ടാരക്കരക്കാരൻ പറയുന്ന കാര്യം ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ കേട്ട കാര്യമായി പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്,
എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ലെന്ന്. അതായത് തൻ്റെ പിന്നാലെ വരുന്ന യേശുക്രിസ്തുവാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ യോഗ്യനല്ല. അപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് ആ കാലത്ത് ചെരുപ്പുണ്ടായിരുന്നു. ചെരുപ്പുള്ളതൊരു സമ്പൽ സമൃദ്ധിയുടെ ചിഹ്നമാണ്. അത് കഴിഞ്ഞ് യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ്റെ 2 ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ കാണാൻ വരുന്നു. അങ്ങനെ കണ്ട് സംസാരിക്കുമ്പോൾ അവിടെ ചോദ്യം, നീ എവിടെ പാർക്കുന്നു ഗുരോ എന്ന ചോദ്യത്തിന് മറുപടി പറയാണ്, വന്ന് കാൺമീനെന്ന്. ചോദിക്കുന്ന എത്ര പേരാ? 2 പേര്. അപ്പോൾ ആ 2 പേരോടും വന്ന് കാൺമീൻ എന്ന് പറയുമ്പോൾ നിശ്ചയമായും യേശുക്രിസ്തുവിന് 2 BHK അപ്പാർട്ട്മെൻറ്റാണുള്ളത്. കൊട്ടാരക്കരയിൽ നിന്ന് മുഴങ്ങിയ അശരീരിയാണത്. അപ്പോൾ യേശുക്രിസ്തുവിന് 2 BHK അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നിശ്ചയമായും അത് കർത്താവ് സമ്പന്നനാണെന്ന് കാണിക്കുകയാണ്. പിന്നത്തേതിലെന്താ, അവൻ്റെ അങ്കി എന്ന് പറയുന്ന നീളത്തിലുള്ളൊരു അങ്കിയാണ്. ആ അങ്കിക്ക് വേറെ തുന്നലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒന്നുമില്ല. അതൊക്കെ കാണിക്കുന്നത് അവൻ വലിയ സമ്പന്നനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ വാത്സല്യ സഹോദരൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിലെ വാക്യം കൊണ്ട് എടുത്ത് തട്ടാലോ. ഇവരെല്ലാം വാക്യം എടുത്തിട്ടാണ് പറയുന്നത്, അവൻ സമ്പന്നനായിരുന്നിട്ട് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ അറിയുന്നുവല്ലോ. ഈ വാക്യങ്ങളെല്ലാം വെച്ച് ഈ ആളുകളെ ഒരു മായാലോകത്തേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സാരം, ഈ കഴിഞ്ഞ 31-ാം തീയതി മലയാളക്കരയിലെ കാര്യം മാത്രം ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ കാര്യം പറയാം. ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ആ 31-ാം തീയതി രാത്രി ശരിക്കും എന്തുമാത്രം വിശുദ്ധന്മാരാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഒത്തുകൂടുന്നത് അല്ലേ. ഒരു 10 മണിയോ 9 മണിക്കൊക്കെ ആളുകൾ ഒത്തുകൂടി ദൈവവചനം ധ്യാനിച്ച് പല സൈസ് അഭ്യാസങ്ങളുണ്ട് പലയിടത്തും. ഞാൻ അഭ്യാസങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഗുജറാത്തിൽ ഒരു 7 മണി സമയത്ത് ഒരുമിച്ച് കൂടി ദൈവവചനം ധ്യാനിച്ചു, പിന്നീട് ആരാധിച്ചു, പ്രാർത്ഥിച്ചു, കർത്തൃമേശയിലേക്ക് കടന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഈ അടുത്ത കാലത്ത് ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു സന്തോഷം, ദൈവമക്കളെല്ലാം ഒരു ഹൃദയം തുറന്ന് അവർ സന്തോഷത്തോടെ, ഇപ്പോൾ അവരാരും കേട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര സന്തോഷമൊന്നും ഇല്ലായിരുന്നു എന്ന് ആരെങ്കിലും തോന്നുവാണെങ്കിൽ എൻ്റെ കുഴപ്പമല്ല, എനിക്കങ്ങ് തോന്നിയ കാര്യമോ പറഞ്ഞ് അവരൊക്കെ സന്തോഷത്തിലായിരുന്നു. കർത്താവിൻ്റെ ബലിമരണത്തെ സ്മരിച്ചുകൊണ്ട് തിരുമേശയിലേക്കൊക്കെ പ്രവേശിക്കാൻ ഇടയായി. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള വൻകിട കൂട്ടങ്ങളിൽ, വൻകിട മാത്രമല്ല ചെറുകിട കൂട്ടങ്ങളിലൊക്കെ ഈ 11, 50, 55 ആകുമ്പോഴത്തേക്കും പിന്നെ 2 കാലും പറിച്ചൊരു എടുത്തിയാട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ പല സർക്കസ് പരിപാടികളും ഉണ്ട്. അത് തന്നെയല്ല വാക്തത്വ വചനങ്ങൾ. ഒരു പാസ്റ്റർ എനിക്ക് വാക്തത്വ വചനം അയച്ചു, ആളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു, അങ്ങനെ അയച്ചതാ. വാക്തത്വങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാക്യമാണ്. അപ്പം ഞാനും ഒരു വാക്തത്വ വചനം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. എബ്രായ ലേഖനം 13:5 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുക. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടില്ല. അല്ലല്ലോ, നിങ്ങളുടെ നടപ്പ് അങ്ങനെയല്ലേ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടുകയുമില്ല. 2024 വാക്തത്വ വചനം മുറുകെ പിടിക്കുക. അവൻ കൈവിടാത്ത ദൈവമാണ്, വാക്കുമാറാത്ത ദൈവമാണ്. തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. തള്ളിക്കളയാനല്ലല്ലോ, സാത്താൻ എറിഞ്ഞു കൊടുക്കാനൊന്നുമല്ലല്ലോ. അതേസമയം നമ്മുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളൊക്കെ വരും. ആ കഷ്ടനഷ്ടങ്ങളൊക്കെ എന്തിനെന്ന് ചോദിച്ചാൽ നമ്മെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പലരായ നമ്മെ കന്യക എന്ന നിലയിലേക്ക് കൊണ്ടുവരണം. കന്യക എന്ന നിലയിലേക്ക് അതിന് പണികൾ പണിയണം. പലരായ നമ്മളെ പല സ്വഭാവക്കാരല്ലേ നമ്മളെ ഐക്യതയിൽ, ഏകവിശ്വാസത്തിൽ, ഏകാത്മാവിൽ ഒരുമിച്ച് പണിത് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ നിലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അപ്പം ഞാനത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്നറിയില്ല, എങ്ങനെയാണോ എടുത്തതെന്നും പിടിയില്ല. വേറൊരു മനുഷ്യനും ഞാൻ വാക്തത്വ വചനമൊന്നും കൊടുത്തില്ല. കാരണം ഇവിടെ നമ്മൾ 365 ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്തത്വ വചനങ്ങളാണിതെല്ലാം. മൊത്തം വാക്തത്വ വചനങ്ങളാണ് സഹോദരങ്ങളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്തത്വം ഇല്ലാത്ത ഒരു വചനവും ഇല്ല. കർത്താവിൻ്റെ ശബ്ദമാണതെല്ലാം. തൻ്റെ സഭയെക്കുറിച്ചുള്ള പദ്ധതികളാണ്, അതിൻ്റെ ആഴങ്ങളാണ്. എനിവേ, അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യത്തിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ 1-2 കാര്യം പറഞ്ഞു. അവിടെ പറയുന്ന ആൺകുട്ടി അത് യേശുക്രിസ്തുവിനെയാണെന്നാണ് പൊതുവിൽ പെന്തക്കോസ്ത് ലോകത്ത് പഠിപ്പിക്കുന്നത്. എന്നാലും ഞാൻ നിങ്ങളുടെ മുമ്പാകെ മറ്റൊരാശയം വെച്ചു. അതങ്ങനെയല്ല, അത് 1,44,000 പേരെന്ന് പറയുന്ന 7-ാം അധ്യായത്തിൽ കാണുന്ന മുദ്രയേറ്റവരാണെന്നുള്ളത് ഒരു സൂചന തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കത് പിന്നീടുള്ള ആഴ്ചകളിൽ കൂടുതൽ വിശദമാക്കാമെന്ന്. പക്ഷേ അത്
വിശദമാക്കാനായിട്ടുള്ളൊരു സമയവും സാവകാശമൊന്നും ഇപ്പോൾ ഇല്ല സഹോദരങ്ങളെ. ദൈവം അനുവദിക്കുന്ന വർഷം പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അതിനിടയിൽ ഞാൻ വേറെ എവിടെയോ പോയപ്പോൾ, അത് ഗുജറാത്തിലാണോ എവിടെയാണോ, ഈ 12-ാം അധ്യായത്തിൽ നിന്ന് സവിസ്തരം എല്ലാ വാക്യങ്ങളും പുറത്തെടുത്ത് സമയമെടുത്ത് അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് അവിടെയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ഇപ്പോൾ അത് പറയാനായിട്ട് പരിശ്രമിക്കുന്നില്ല. അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആരും എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. ഞാൻ ഇന്ന് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്പസമയമേ ചെലവഴിക്കുന്നുള്ളൂ, അത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും നിന്നാണ്. ആ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സഹോദരങ്ങളുടെ മുമ്പാകെ ഞാൻ ഗൗരവമായൊരു കാര്യം വയ്ക്കുകയാണ്. ഒരു കാലത്ത് പെന്തിക്കോസ്ത് സമൂഹത്തിൽ കൺവെൻഷനുകളാകട്ടെ മറ്റു ഉണർവ് യോഗങ്ങളാകട്ടെ അവിടെയൊക്കെ ചാർട്ടുകളിട്ട്, അതായത് ദാനിയേൽ പ്രവചനവും പിന്നെ വെളിപ്പാട് പുസ്തകമൊക്കെ ചേർത്ത് വെച്ച് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വലിയ രീതി ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന പോലെ ഈ സ്റ്റേജൊക്കെ ചവിട്ടിപ്പൊട്ടിച്ച് അങ്ങനത്തെ പരിപാടിയല്ല, പഠന മേഖലയായിരുന്നു അന്ന്. അങ്ങനെ പഠനത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നതുകൊണ്ട് ജനം വചനനിശ്ചയമുള്ളവരായി മാറിയിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് നമ്മൾ പഠനത്തിൻ്റെ ആ വഴികളൊക്കെ വിട്ട് ഇത്തരം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക എന്ന രീതിയൊക്കെ വിട്ടിട്ട് നമ്മളിങ്ങനെ പെരിഫറൽ ലൈനിൽ വൈകാരികമായി ഇങ്ങനെ ഒന്ന് ചാർജ് ചെയ്യപ്പെട്ട് ഒന്ന് തുള്ളിച്ചാടി വയർത്ത് കുളിച്ച് വീട്ടിൽ പോകുന്ന അങ്ങനെ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ മാറി. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ വാഗ്ദത്ത വചനവും അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോയി. അതുകൊണ്ട് സഭ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരുടെ ഒരു സംഘം അല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുക. തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ അവരെ കഠിനമായി ശാസിക്കുക, അവർ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി മാറണം, അതിനവരെ കഠിനമായി ശാസിക്കുക എന്നാണ് പറയുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായം ഈ അധ്യായങ്ങളിൽ നിന്ന് ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദാനിയേൽ പ്രവചനത്തിൻ്റെ ഒരു ദീർഘമായ പഠനം പാസ്റ്റർ ഇവിടെ ആരംഭിക്കുകയാണ്, ഒരിക്കലുമില്ല. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഞാൻ എക്സ്പ്രസ് വേഗത്തിൽ ഓടിച്ചങ്ങ് പറഞ്ഞു വിടും, അത്ര തന്നെ. അതെന്തിനങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ 2 മാസത്തിലധികമായി ഇസ്രായേലുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അതിന് കാരണം എന്താ? ഒരു യുദ്ധം അവിടെ നടന്നു. ആ യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ് ഇങ്ങനൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ മാറിയത്. ഇസ്രായേൽ ആ ദേശത്ത് നിന്ന് പ്രവാസത്തിലേക്ക് പോകുന്നതും പിന്നത്തേതിൽ ദൈവം അവരെ മടക്കി കൊണ്ടുവരുന്നതും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അത് പറഞ്ഞ് മുന്നോട്ട് വന്ന് നമ്മൾ കർത്താവിൻ്റെ മടങ്ങിവരവിലേക്കൊക്കെ എത്തിപ്പോയി. അതായത് ഈ യഹൂദനെ ഇപ്പം മടക്കി കൊണ്ടുവന്നിരിക്കുന്ന അവൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് അവനെ യെരൂശലേം എന്ന് പറയുന്ന ഉലയിൽ കൂട്ടിയിരിക്കുന്നത്. അവനെ ഉരുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഉരുക്കുന്നതിൻ്റെ ഒടുവിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയായിരുന്നു. അതിന് നമ്മൾ കണ്ട പുസ്തകങ്ങൾ ഹോശയ്യായുടെ പുസ്തകം, സെഖര്യാവിൻ്റെ പുസ്തകം, പിന്നെ അങ്ങനെ പല പുസ്തകങ്ങളിൽ നിന്നുമാണ് നമ്മൾ ആ കാര്യങ്ങൾ കണ്ടത്. അങ്ങനെ അതൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനെ മത്തായി 24 വന്നു. സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ എതിർ ക്രിസ്തു ഭരിക്കുന്നു. അതേസമയം ഉയരത്തിൽ സഭ പ്രതിഫലങ്ങളും കിരീടങ്ങളും എങ്ങനെ പദവികളൊക്കെ പ്രാപിച്ച് പിന്നത്തേതിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, 19-ാം അധ്യായം മാത്രമല്ല പല അധ്യായങ്ങളിലുണ്ട്, മറ്റ് ലേഖനങ്ങളിലൊക്കെ ഉണ്ട് ആ കാര്യം. അങ്ങനെ കർത്താവ് തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി മടങ്ങി വരുന്ന കാര്യം, ഇതെല്ലാം നമ്മൾ സവിസ്തരം ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു പോയപ്പോഴാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലേക്കൊന്ന് കയറേണ്ടി വന്നത്. വിശേഷാൽ 12-ാം അധ്യായത്തിലൊക്കെ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഇടയായത്. അപ്പം ഈ സമയങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ 2 പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഒന്ന്, ഒരു സത്യക്രിസ്ത്യാനി വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അവൻ ദൈവരാജ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, അവൻ ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ അവൻ ആത്മാവിൽ ബലപ്പെടുകയാണ്. ആത്മാവായ ദൈവത്തെ അവൻ ആത്മാവിൽ അനുഭവിക്കുകയാണ്. മറ്റിതര മതസങ്കല്പങ്ങളിലൊക്കെ കേവലം സങ്കല്പങ്ങൾ മാത്രമാണ്, അവിടെ അനുഭവങ്ങളൊന്നുമില്ല. എല്ലാ സങ്കല്പങ്ങളാണ്. അതേസമയം ഇവിടെ സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ജീവനുള്ള ദൈവത്തെ ഞാൻ എൻ്റെ ഈ മൺകൂടാരത്തിൽ അനുഭവിക്കുകയാണ്. എൻ്റെ ആത്മാവായി ദൈവം വസിച്ചുകൊണ്ട് ആ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുകയാണ്. അതൊരു ഗംഭീര നിമിഷങ്ങളല്ലേ, അത് വലിയ ബലം നൽകുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ചെറിയ കാര്യമല്ല. ഞാൻ പറയുന്ന കേവലം 2 or 3 അന്യഭാഷ പറയുന്ന കാര്യമല്ല സഹോദരങ്ങളെ. ആത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിൻ്റെ നദിയിൽ ഇറങ്ങി ആ കരുത്തു പ്രാപിക്കുന്ന വിശുദ്ധന്മാർ അവരെന്തിനേയും വെല്ലുവിളിക്കുന്നവരാണ്. എന്നുവെച്ചാൽ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വെല്ലുവിളിക്കുക എന്നല്ല, അവർ പ്രതിസന്ധികളെ വെല്ലുവിളിക്കും, അവർ കഷ്ടങ്ങളെ മറികടക്കും, എല്ലാത്തിനെയും ഓവർകം ചെയ്യുന്ന ഒരു അഭിഷേകം അവരുടെ മേൽ കടന്നു വന്നിരിക്കുകയാണ്. അവർ നിരാശപ്പെടില്ല, ഒരിക്കലും
നിരാശ വരില്ലെന്ന് ചോദിച്ചാൽ നിരാശ വരാം. പക്ഷെ നിരാശകളെയെല്ലാം അവർ മറികടക്കും. അവർ ആത്മാവിൽ ബലം പ്രാപിച്ച്, കാരണം അവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകം ഏതാ? അത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ആ ധൈര്യവും ഉറപ്പുമാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനവർഗത്തെക്കുറിച്ചുള്ളൊരു പഠനമുണ്ട്. ആ പഠനം അത് പ്രവചന സംബന്ധിയായ കാര്യങ്ങളാണല്ലോ. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളും ഈ ജനവർഗത്തെ ദൈവം കൈകാര്യം ചെയ്തതും അതിൽ വളരെ ചിന്തനീയമായ കാര്യം എന്ന് വെച്ചാൽ, ഇവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലൂടെ മുൻപോട്ട് നയിക്കുമ്പോൾ ഹോരേബി വെച്ച് അവരുടെ 1-ാം പ്രവാസവും 2-ാം പ്രവാസവും ഒക്കെ പ്രവചിച്ചു കഴിഞ്ഞു മോശ. അപ്പോൾ അതൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ ധൈര്യപ്പെടുകയല്ലേ. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനവർഗം, ആ ജനവർഗത്തിൽ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിൽ അത്തിയെ നോക്കിയിട്ട് ഫലമില്ലാത്തത് കൊണ്ട് അതിനെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ തൻ്റെ അവസാന മെസ്സേജിലേക്ക് വരുന്ന സമയം, ഒലിവുമല പ്രഭാഷണത്തിലേക്ക് വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുമെന്ന്. അതായത് ഇത് വീണ്ടും തളിർക്കും. അപ്പോൾ അത്തി ഉണങ്ങിപ്പോകും, അത്തി തളിർക്കും. ഇപ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഉണങ്ങിപ്പോയത് കണ്ടത് 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരാ, തളുത്തത് കണ്ടത് നമ്മളാ. നമുക്കൊരു ഗൗരവമില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അനേക ദൈവദാസന്മാരുണ്ട്. എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മത്തായി 24-ാം അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഈ അത്തി തളിർത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കുക വേനൽ അടുത്തു എന്ന്. അവിടെ അടുത്ത ലൈൻ പറയുന്നത് മനുഷ്യപുത്രൻ വാതിൽക്കലാണെന്ന്. വാതിൽക്കലാണ്, വാതിൽ തുറന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വാതിൽക്കൽ നിൽക്കുമ്പോൾ നീ ഇനി ഇടത്തോട്ടും വലത്തോട്ടും, പിന്നെ എങ്ങനെയാ, നീ ഇടത്തോട്ടും വലത്തോട്ടും പടരും. ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ നീ ഭൗതികമായി ഭയങ്കര ഉത്തുംഗ ശൃംഗത്തിലെത്തും. വലത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആത്മീയമായി. കൊട്ടാരക്കരക്കാരൻ പറഞ്ഞതാണ്, കൊട്ടാരക്കരക്കാരൻ്റെ ആൾക്കാരെ എനിക്ക് അയച്ചു തന്നതാണ്. ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഭൗതികമായി ഉത്തുംഗ ശൃംഗത്തിലെത്തും. വലത്തോട്ട് പടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായി ഭയങ്കര. അതായത് ഇവർ ഈ ആത്മീയം എന്ന് പറയുന്നത്, ഈ ന്യൂജൻ ചർച്ചസിൻ്റെ എല്ലാം ആത്മീയം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മറന്നു പോകരുത്. അവർ ഈ അഭിഷേകം എന്ന് പറയുന്നതിനാണ് ഈ ആത്മീയമായി വളരുക എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ വിറയ്ക്കുക, പിന്നെ തുള്ളിച്ചാടുക, കുറേ അന്യഭാഷ പറയുക, അതായത് നിർത്താതെ പറയും. ഇന്ന് രാവിലെ തുടങ്ങിയ നാളെ രാവിലെ വരെ നോൺ സ്റ്റോപ്പായിട്ട് അവർ അന്യഭാഷ പറയും. വേറെ പഞ്ചായത്തിലുള്ള ബന്ധുക്കോസുകാരൊക്കെ അരമണിക്കൂർ കഴിയുമ്പോൾ മടുത്തു പോകും. പക്ഷെ ഈ കൂട്ടരങ്ങനെയല്ല, മടുക്കില്ല. മടുക്കാത്തൊരാത്മാവാണ് അവരെ ചലിപ്പിക്കുന്നത്. അങ്ങനെ മടുക്കുമൊന്നുമില്ലാത്ത ആത്മാവ്. അതായത് യഥാർത്ഥ പരിശുദ്ധാത്മാവാണെങ്കിൽ അങ്ങനെ ഒരു നോൺ സ്റ്റോപ്പ് ആരാധനയല്ല ആഗ്രഹിക്കുന്നത്. ആരാധനയുണ്ട്, അതേസമയം ദൈവശബ്ദം കേൾക്കണ്ടേ, വചനം കേൾക്കണ്ടേ, വചനത്തിലൂടെ പണിയപ്പെടണ്ടേ, വചനത്തിലൂടെ ഒരുക്കപ്പെടണ്ടേ. അങ്ങനെ വചനത്തിൽ സമ്പന്നരാകുന്നവരെയാണ് ദൈവവിഷയത്തിൽ സമ്പന്നരാകുക എന്ന് പറയുമ്പോൾ. അവൻ വചനത്തിലും ആത്മാവിലും നിറവിലേക്ക് വരിക എന്നുള്ളതാണ്. ഇത് ആത്മാവിൽ നിറവിൻ്റെ ഒരു അനുഭവം കാണിക്കുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും, ആത്മാവാണല്ലോ. ഏതാത്മാവാണെന്നുള്ളൊരു ചോദ്യമില്ലേ? എഫേസ്യ സഭക്കാർ കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കാൻ നമുക്കിന്ന് കഴിയുന്നില്ല. അപ്പോസ്തലനാണോ മറ്റേ പുള്ളിക്കാരനാണോ എന്ന് നമുക്കിന്ന് കഴിയുന്നില്ല കണ്ടുപിടിക്കാൻ. അത് നമ്മുടെ പരാജയമായിട്ട് നമ്മൾ കൂട്ടണം. അതായത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്നത്തെ പെന്തിക്കോസ് സമൂഹത്തിൻ്റെ പരാജയമായിട്ട്, ഞാൻ എന്നെ കൂട്ടിയാണ് പറയുന്നത് കേട്ടോ, നമ്മുടെ പരാജയമായിട്ട് അത് കൂട്ടണം. ഏതാത്മാവാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു വിവേചനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ദൈവസഭ ഈ ദിവസങ്ങളിൽ വരുന്നില്ല. നിങ്ങൾ കേൾക്കണം സഹോദരങ്ങളെ, ഒരു 4-5 ദിവസം പുറകിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലം, റാന്നി എന്ന് പറഞ്ഞാൽ വിശ്വവിഖ്യാതമായ സ്ഥലമാണ്. അവിടെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഒക്കെ പ്രവഹിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു CSI ബിഷപ്പ് വന്ന് ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർമാർ എന്നെ കേൾക്കുന്നുണ്ട്, വിഷമം തോന്നരുത്. ചർച്ച് ഓഫ് ഗോഡിലെ അവരുടെ സീനിയർ ഉപദേശിമാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് അയാൾ കൈയടിപ്പിച്ചു, തുള്ളിപ്പിച്ചു, ചാടിപ്പിച്ചു. അവരുടെ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെണ്ണുങ്ങളല്ല, പെന്തിക്കോസിലെ എല്ലാ പെണ്ണുങ്ങളും അന്യഭാഷയുടെ പറഞ്ഞാൽ മതി, ഉടനെ കിടന്ന് തുള്ളും. നമ്മുടെ സഹോദരനുണ്ടല്ലോ രമേശ് ചെന്നിത്തല ജി വന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ആത്മാവിലാവും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെങ്കിലോ പുള്ളി ഒരു അസൽ പെന്തിക്കോസ് പാസ്റ്ററെ പോലെ ചില സമയത്ത്. ഈ പെന്തിക്കോസ് ലോകത്ത് ഏറ്റവും കൂടുതൽ കയ്യടി മേടിച്ചിട്ടുള്ളയാൾ ആർ ബാലകൃഷ്ണ പിള്ളയാണ്. അയ്യോ പാസ്റ്റർ അല്ല എന്ന് പറയില്ല, വേറെ പുള്ളികളൊന്നും അത്ര പോരാ. ആർ ബാലകൃഷ്ണപിള്ള പെന്തിക്കോസുകാരുടെ മീറ്റിങ്ങുകളിൽ വന്ന് സംസാരിച്ചു തുടങ്ങിയ ഉപദേശി ഏതാ ബാലകൃഷ്ണൻ ഏതാ ഒന്നും തിരിച്ചറിയാൻ മേലാതെ പോവും.
കാരണം ആളുകളെ പോക്കറ്റിലിടാനുള്ള പരിപാടി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആളുകളങ്ങ് ആത്മാവിലാകും. ഈ ആത്മീയത്തിൽ എവിടെ നിൽക്കുന്നു നമ്മൾ എവിടെ നിൽക്കുന്നു? ഞാൻ ആ വിഷയത്തെക്കുറിച്ച് നാളെ ഒന്ന് സംസാരിക്കാമെന്ന് ഓർക്കുന്നുണ്ട്. കാരണം ഈ മാന്യ ബിഷപ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഏതോ കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുദ്രമോതിരത്തിൽ ഉമ്മ വെച്ചത് ഒരു സ്നാനത്തിൻ്റെ മുൻകുറിയായിട്ട്, അങ്ങനെ ബൈബിളിലുണ്ടോയെന്ന് ചോദിക്കരുത്, അതൊരു സ്നാനത്തിൻ്റെ മുൻകുറിയായിട്ട് അദ്ദേഹം പരിഗണിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞു. സഹോദരങ്ങൾ, ഇതൊക്കെ പാപ്പരത്വമാണ് കാണിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ പാപ്പരത്വമാണ് കാണിക്കുന്നത്. പാപ്പരത്വം. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ പടവലങ്ങ വളരുന്നത് പോലെ താഴേക്ക് വളരുകയാണ്. അദ്ദേഹം അവിടെ വന്നിട്ട് പറയാണ്, അവരുടെ ചർച്ച് ഓഫ് ഗോഡുകാരുടെ ആ കെട്ടിടം കണ്ടിട്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നത്. ആരുടെ ആലയം? ഏതോ ചങ്കരനോ മേസ്തിരിയോ പണത് ആ കെട്ടിടം അത്യുന്നതൻ്റെ ആലയമാകുമോ? ഈ ഇരിക്കുന്ന അവിടെ ഇരുന്ന ഉദ്ദേശിമാരുടെ എല്ലാം കയ്യിൽ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായമുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അത്യുന്നതനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ലെന്ന്. അത് ഇങ്ങനെ പറഞ്ഞ് ഇവർ തലയാട്ടേണ്ട കാര്യമുണ്ടോ? പണ്ടത്തെ പല പാസ്റ്റർമാരെ ഞാൻ ഓർത്തു പോവുക. അവരെല്ലാം മൺമറഞ്ഞു. അവരൊക്കെ എങ്ങാനും സ്റ്റേജിലിരിക്കുന്ന സമയത്താണ് ബിഷപ്പിൻ്റെ കഷ്ടകാലം. തവിടുപൊടിയാക്കി കളയും. എങ്ങനെ ആക്കി കളയുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിൽ തവിടുപൊടിയാക്കി കളയും. എനിക്കറിയാവുന്ന പ്രായമുള്ളൊരു ദേവദാസനുണ്ട് പത്തനാപുരത്ത്. അദ്ദേഹം വളരെ പ്രായം ചെയ്ത് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിലെങ്ങാനുമാണ് ഈ ബിഷപ്പ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ആരാണ് ഇദ്ദേഹത്തെ ഇവിടെ വിളിച്ചതെന്ന് തന്നെ ചോദിക്കും. അപ്പോൾ PC ആണോ KC ആണോ DC ആണോ എന്നൊന്നും ചോദിക്കില്ല. PC ഗെറ്റ് ഔട്ട് എന്ന് പറയും. ബിഷപ്പിനോടല്ല പറയുന്നത്, വിളിച്ച PCയോട് പറയും ഗെറ്റ് ഔട്ട് എന്ന് പറയും. നിനക്ക് ദൈവസഭയിൽ എന്ത് കാര്യം എന്ന് ചോദിക്കും. ഈ ജനത്തെ ഉപദേശത്തിൽ നിന്ന് മറിച്ച് കളയാൻ വേണ്ടി, ഇങ്ങനത്തെ കെട്ടുപാടുകളിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ജനം ഇതെല്ലാം വിട്ടു വന്നവരല്ലേ? ഇതെല്ലാം വിട്ടു വന്ന ആൾക്കാരല്ലേ? ഇത് തനിച്ചു പാർക്കുന്ന ജനമല്ലേ? വേർപാട് അനുഷ്ഠിക്കുന്നവരല്ലേ? വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരല്ലേ? അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞെരങ്ങി കാത്തിരിക്കുന്നവരല്ലേ? അവർ കേവലം ജഡികന്മാരെ പോലെ അവരോട് ഇടപെടാൻ കൊള്ളാവോ? അവരോട് ഇങ്ങനെ ഇടപെടാൻ കൊള്ളാവോ എൻ്റെ KC എന്ന് ചോദിക്കില്ലേ ഈ സീനിയർ പാസ്റ്റർമാർ? അങ്ങനത്തെ ഒരു നിര അന്യം നിന്ന് പോയി സഹോദരങ്ങളെ. ഇനി ആരും ഇല്ലെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ ഒത്തിരി ദേവദാസന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ശേഷിപ്പുകളൊന്നും ഇന്ന് മിച്ചമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊന്നും പറയാൻ പാകത്തിന് ആരുമില്ല. അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മളെത്തി. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി ദൈവവചനം പറയുന്നതും വളരെ സീരിയസ് ആയി കാര്യങ്ങളെയൊക്കെ പറയാനായിട്ട് പരിശ്രമിക്കുന്നത്. ഓക്കെ സഹോദരങ്ങളെ, ഈ വിഷയം ഞാൻ പറയുമ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ പറഞ്ഞത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു ധൈര്യവും ബലവുമാണ് തരുന്നത്. ദൈവവചനത്തിൻ്റെ ആ നിസ്തുല്യത ആരുടെ മുമ്പിലും നമുക്ക് പറയാമല്ലോ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം പറഞ്ഞതാ. ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ ഉണങ്ങിപ്പോവും, തളിർക്കുമെന്ന് പറഞ്ഞാൽ തളിർക്കും, എല്ലാം കൺമുമ്പിൽ നടക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഈ മനുഷ്യപുത്രൻ വാതിൽക്കൽ നിൽക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷകർ ഇനി വാതിൽക്കലാണ്, വേറെ കാര്യമൊന്നുമില്ല. അന്നേരമാണ് ലോകകാര്യങ്ങൾ പറയുന്നത്. ഈ ജനത്തെയെല്ലാം വഞ്ചിക്കുകയല്ലേ ഇവർ? ജനത്തെ വഞ്ചിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി അവരെ ഒരുക്കുക എന്നുള്ള ഒരു ശുശ്രൂഷയല്ലാതെ ഇനി വേറൊരു ശുശ്രൂഷയില്ലെന്നേ. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി വേറൊരു കാര്യം ചെയ്യാൻ സമയമില്ല. ഇപ്പോൾ എനിക്ക് എല്ലാവരെയും ആശ്വസിപ്പിക്കാനോ വൈകാരികമായി പറയാനൊന്നും അറിയാൻ മേലാത്തതുകൊണ്ടൊന്നും അല്ല. ഞാൻ അങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് നല്ല സഹവർത്തിത്വമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ വഞ്ചനകളൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാണ് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നത്. ഞാനും പിന്നെ ആ സൈസ് സർക്കസ് കമ്പനിക്ക് പോകാൻ കൊള്ളാവോ? അതുകൊണ്ടാണ് ശക്തിയുക്ത ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇസ്രായേൽ. മൂന്നാമത്തെ കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ദാനിയേൽ പ്രവചനം. അതൊരു സംഭവമാണ്. ദാനിയേൽ പ്രവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഓടിച്ചു പറഞ്ഞു വിടുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ ഒരു യൗവനക്കാരൻ തന്നെയാണ്. അതായത് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അവർ പ്രവാസത്തിലേക്ക് വന്ന ഒരു കാലമാണ്. കൽദയ ദേശത്താണ്. ആ സമയത്ത് അവിടുത്തെ ചക്രവർത്തി എന്ന് പറയുന്നത് നെബൂഖദ്നേസറാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. അതാണ് 2-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അങ്ങനെ ആ സ്വപ്നം കണ്ടിട്ട് രാജാവ് അത് മറന്നുപോയി. കൽദയരുടെ സകല ശകുനവാദികളെയും ഏടാകൂടങ്ങളെയും ഒക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാ ഇങ്ങനെ കണ്ടതെന്ന്. യാതൊരു രക്ഷയില്ല. എല്ലാത്തിനെയും കൊന്നു കളയുമെന്ന് പറഞ്ഞു പുള്ളി. എൻ്റെ സ്വപ്നം എനിക്ക് തുറന്നു തന്നില്ലെങ്കിൽ എന്നെ അഹങ്കാരമെന്ന് നോക്കണേ. അങ്ങേര് കേട്ട സ്വപ്നം ഈ മറ്റുള്ളവരെങ്ങനെയാണ് പറയുന്നത്? അതിന് അഹങ്കാരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ. എനിവേ, ഒരു ദൈവപുരുഷൻ അവിടെ ഉണ്ടായിരുന്നു, ദാനിയേൽ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം ദാനിയേലിന് അതിൻ്റെ വെളിപ്പാടുകൾ, ബോധ്യങ്ങൾ കൊടുത്തു. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. ദാനിയേൽ രാജാവിനോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് 2-ാം അധ്യായത്തിൻ്റെ
2-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള ഭാഗങ്ങളാണ്. നിങ്ങളത് തന്നെ വായിക്കേണ്ടി വരും. ഞങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചാൽ ഇന്നത്തെ സമയം മുഴുവൻ പോകും. അതുകൊണ്ട് മുന്നമേ ഞാൻ പറഞ്ഞിരുന്നു 2-ാം അധ്യായം മുഴുവൻ വായിച്ചു വെക്കണമെന്ന്. പിന്നീടാണേലും വായിച്ചാൽ മതി. ഈ 2-ാം അധ്യായത്തിൻ്റെ 31 മുതൽ നമ്മൾ നോക്കുമ്പോൾ ദാനിയേൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരികയാണ്. തിരുമനസ്സേ, അങ്ങ് കണ്ട സ്വപ്നത്തിൽ ഒരു ഭയാനകമായ ഒരു ബിംബം നിൽക്കുന്നതാണ് കാണുന്നത്. ആ ബിംബത്തിൻ്റെ തല എന്ന് പറയുന്നത് പൊന്നുകൊണ്ടുള്ളതാണ്. അതിൻ്റെ തല തൊട്ട് താഴെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതാണ്. അതിന് താഴെ വയറും അരയും ആ ഭാഗം താമ്രം കൊണ്ടുള്ളതാണ്, അഥവാ ബ്രോൺസ്, താമ്രം കൊണ്ടുള്ളതാണ്. അത് കഴിഞ്ഞ് കാലിലേക്ക് വരുമ്പോൾ, കാലിൻ്റെ ഭാഗം, ആ തുടയുടെ ഭാഗമൊക്കെ വരുമ്പോൾ അത് ഇരുമ്പ് കൊണ്ടുള്ളതാണ്. താഴേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? അത് ഇരുമ്പ് കൊണ്ടുള്ളതാണ്. അത് കഴിഞ്ഞ് കാൽപാദത്തിങ്കിലേക്ക് വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ കാണുന്നത് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഒരു മിശ്രിതമായിട്ടാണ്. കാൽപാദത്തിൻ്റെ ഭാഗത്ത് ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് തമ്മിൽ ചേരുന്നില്ല, അങ്ങനത്തെ ഒരു സമ്മിശ്രമായൊരവസ്ഥയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഈ 2-ാം അധ്യായത്തിലൂടെ എന്താ പറഞ്ഞു വരുന്നത്? ദാനിയേൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. തിരുമനസ്സ് കണ്ട ഈ ഭയാനകമായ ബിംബം, ആ ബിംബത്തിൻ്റെ തലയെന്ന് പറയുന്നത് തിരുമനസ്സ് തന്നെയാണ്. നോക്കണം, ദാനിയേൽ ഇത് പറയുമ്പോൾ കൽദയ ദേശത്ത് പ്രവാസത്തിലാണ്, നെബൂഖദ്നേസറിൻ്റെ രാജ്യത്തിലാണ് താൻ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലയെന്ന് പറയുന്നത് പൊന്നുകൊണ്ടുള്ളതാണ്. അത് തിരുമനുഷ്യനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ കണ്ട വെള്ളി കൊണ്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു സാമ്രാജ്യത്തെയാണ് അത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തൊരു സാമ്രാജ്യമാണ്. അത് കഴിഞ്ഞ് ഈ കാലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് മറ്റൊരു സാമ്രാജ്യമാണ്. അതും കഴിഞ്ഞ് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഇരുമ്പും കളിമണ്ണും കൂടെ കണ്ട ആ കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് ഇരുമ്പാണല്ലോ കണ്ടത്. അത് റോമൻ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. അതിന് തൊട്ട് മുകളിലുള്ളത് യവന സാമ്രാജ്യത്തെ, അതിന് തൊട്ട് മുകളിലുള്ളത് മെദോ പേർഷ്യ. ഇങ്ങനെ ഈ 4 സാമ്രാജ്യങ്ങളെ കാണിച്ചിട്ട് 5-ാമത് അതിൻ്റെ താഴ്ഭാഗം പറയാണ്, കാൽപ്പത്തിയുടെ ഭാഗം. അവിടെ ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്ത് അവിടെ ഒടുക്കം നമ്മൾ വായിക്കുന്നുണ്ട്. അതൊന്ന് വായിക്കാം. 44-ാം വാക്യവും 45-ാം വാക്യവും നമ്മൾ വായിക്കും. വേഴ്സ് 44 and 45. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. 45. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞ് കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലും സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകും. ഈ ഒരു അധ്യായം വായിച്ചു പഠിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ അത് ഭയങ്കരമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വപ്നം നെബൂഖദ്നേസർ കാണുന്ന കാലത്ത് ദാനിയേൽ കൽദയ ദേശത്താണ്. അപ്പോൾ 1-ാമത്തെ സാമ്രാജ്യമേ ഉദയം ചെയ്തിട്ടുള്ളൂ, നെബൂഖദ്നേസറിൻ്റെ സാമ്രാജ്യം അഥവാ ബാബിലോൺ സാമ്രാജ്യം. അത് കഴിഞ്ഞിട്ട് മെദോ പേർഷ്യ, അത് കഴിഞ്ഞിട്ട് യവന സാമ്രാജ്യം, അത് കഴിഞ്ഞിട്ട് റോമൻ സാമ്രാജ്യം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഈ കാലഘട്ടത്തിലെ സമ്മിശ്രമായ അവസ്ഥ, അതായത് ഡെമോക്രസിയും പിന്നെ ഏകാധിപത്യവും, ഇത് രണ്ടുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വസിക്കുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടം. അപ്പോൾ നോക്കുക, ദാനിയേൽ ഇത് പറയുമ്പോൾ അടുത്ത സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്തിട്ടില്ല. ഈ സ്വപ്നം ദാനിയേൽ വിശദീകരിക്കുമ്പോൾ ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നൊക്കെ ആർക്കറിയാം? സാധാരണ ഒരാൾ ചിന്തിച്ചാൽ അങ്ങനെ വേണം ചിന്തിക്കാൻ മേലെ. ഇതൊക്കെ നടക്കണ കാര്യമാണോ? ഒരു ഭയാനക ബിംബം കണ്ടു, അതിൻ്റെ തല നെബൂഖദ്നേസറാന്ന് പറഞ്ഞത് അടി കിട്ടാതെ രക്ഷപ്പെടാൻ പറ്റും, പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യാതിരിക്കും, തല രാജാവാന്ന് പറഞ്ഞത്. അതിൻ്റെ താഴേക്കുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചരിത്രത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ സംഭവിക്കുകയാണ്. പിന്നീട് ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചിട്ട് അതിനു മുകളിൽ മെദോ പേർഷ്യ അധികാരം കൈയാളുകയാണ്. ആ മെദോ പേർഷ്യ കീഴടക്കിക്കൊണ്ട് യവന സാമ്രാജ്യം രംഗത്ത് വരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ രംഗത്ത് വന്നില്ലേ സഹോദരങ്ങളെ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഏത് കോയയുടെ മുമ്പിൽ വേണേലും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ മേലേ? ആരുടെ മുമ്പിലും ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ നമുക്ക് സംസാരിക്കാൻ മേലേ? ഒരുവനായ ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾക്ക് ഒരു നീക്കവും വന്നിട്ടില്ല, വള്ളി പുള്ളി മാറ്റം വന്നിട്ടില്ല. ദാനിയേലിനോട് പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണ്. ഓരോ സാമ്രാജ്യങ്ങളും അതാതിൻ്റെ സമയത്ത് ഉദയം ചെയ്തു വരികയാണ്. എന്നിട്ട് ഏറ്റവും ഒടുക്കം നമ്മൾ കണ്ട
അവസാനത്തെ വാക്യം 45-ാമത്തെ വാക്യം വളരെ ഗൗരവമാണ്. അവിടെയാണ് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ഈ ഈ ഭയാനകമായ ബിംബത്തിൻ്റെ കാൽപാദത്തിൽ അടിക്കുകയാണ്, അടിച്ച് അതിനെ ധൂളിപ്പിക്കുകയാണ്, അതിനെ പൊടിച്ച് തകർത്ത് കളയുകയാണ്. എന്നിട്ട് ആ കല്ല് ഒരു മഹാപർവ്വതമായി വളർന്ന് ഭൂമി മുഴുവനും നിറയുകയാണ്. ആ കല്ല് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈശോ മിശിഹായാണ്. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ ഭരണങ്ങളെയും തകർത്തുകൊണ്ട്, രാജ്യത്വങ്ങളെയും അധികാരങ്ങളെയും എല്ലാം തകർത്തുകൊണ്ട് ഈ ഭൂമിയിൽ തൻ്റെ ഭരണം ആരംഭിക്കുകയാണ്. തൻ്റെ ഭരണം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന കാര്യം. അപ്പം നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ കാൽപാദത്തിൽ കല്ല് വന്ന് അടിക്കുന്നത്, അല്ലാതെ വേറെ കാലഘട്ടത്തിലല്ല. നമ്മൾ മെദോ പേർഷ്യയുടെ കാലഘട്ടത്തിലല്ല കേട്ടോ ജീവിക്കുന്നത്. പെന്തിക്കോസുകാരെ കേൾക്കണം, നൂജനാണെങ്കിലും കൊള്ളാം, ഏത് സൈസാണെങ്കിലും കൊള്ളാം, കേട്ടുകൊള്ളുക. നമ്മൾ യവന സാമ്രാജ്യത്തിൻ്റെ കാലത്തല്ല ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമ്മിശ്ര കാലഘട്ടത്തിലാണ്. ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഈ ഒരു ഭരണക്രമത്തിൻ്റെ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന കല്ല് പാഞ്ഞു വന്ന് ഈ ബിംബത്തെ തകർക്കാൻ ഇനി മണിക്കൂറുകളാണോ മാസങ്ങളാണോ ദിവസങ്ങളാണോ എന്ന് എനിക്കറിയില്ല സഹോദരങ്ങളെ. അതിൻ്റെ ഒരു വെപ്രാളത്തിലാണ് നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുന്നത്. ഈ കല്ല് എപ്പോൾ വേണേലും പാഞ്ഞു വരാം. അങ്ങനെ ഇത് പാഞ്ഞു വന്ന് ഈ ഭരണങ്ങളെല്ലാം തകർത്തുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ഭരണം സ്ഥാപിക്കും. അപ്പോൾ അങ്ങനെ പാഞ്ഞു വന്ന് ഈ കാൽപാദത്തിൽ അടിക്കുക എന്ന് പറയുന്നതിന് കുറഞ്ഞതൊരു 7 വർഷം മുമ്പ് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടണം. അതും കൂടെ കേൾക്കണം. അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ പറയപ്പെട്ട കല്ല് പാഞ്ഞു വന്ന് ഇതിൻ്റെ കാൽപാദത്തിൽ അടിക്കുന്ന ആ കാലഘട്ടത്തിന് 7 വർഷം മുമ്പ് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടണം. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ എതിർ ക്രിസ്തു ഭരിക്കും. അതിൻ്റെ ഒടുവിലാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ കാര്യം നടക്കുന്നത്. അപ്പോൾ ഈ 2-ാം അധ്യായത്തിൽ ഞാൻ ഓടിച്ചു പറഞ്ഞ് ആഴ്ചകളെടുത്ത് ദൈവദാസന്മാർ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യായത്തെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഓടിച്ചു പറയുകയാണ്. ഞാൻ ഈ അധ്യായങ്ങളൊക്കെ തുറന്നെടുത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധ ദാനിയേൽ പ്രവചനത്തിലേക്കും വിശേഷാൽ 2-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം ഇങ്ങനെയുള്ള അധ്യായങ്ങളിലേക്കൊക്കെ വരണം. അത് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളുമായി കണക്റ്റഡാണ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ഈ കല്ലിങ്ങനെ പറഞ്ഞു വന്ന് ഇതിൻ്റെ കാൽപാദത്തിൽ അടിക്കാൻ തുടങ്ങുന്നതിനും 7 വർഷം മുമ്പ് ദൈവസഭ എടുക്കപ്പെടുമെന്ന്. അതിനുള്ള ലക്ഷണങ്ങൾ, കാലഗതികൾ അതെല്ലാം വിളിച്ചു പറയുകയാണ്. അപ്പോഴാണ് ഡിസംബർ 31-ാം തീയതി തോന്നിവാസങ്ങൾ പ്രസംഗിക്കുന്നത്. ജനത്തെ വൈകാരികമായി ഇളക്കിക്കൊണ്ട് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളവരാക്കി തീർക്കുന്ന വൈകാരിക പ്രസംഗകർ ആളുകളെ വഞ്ചിക്കുകയാണ്. കുരുതിലേഖനത്തിൽ പറയുന്ന പോലെ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളവരായി ലോകത്തിൻ്റെ പുറകെ പോകാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന പ്രഭാഷകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർണരസമാകുമാറുള്ള പ്രസംഗകരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അതിന് നടുവിലാണ് ഇങ്ങനത്തെ ചില ചിന്തകൾ നമ്മൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഓടിച്ചു പറഞ്ഞു വിടുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് ഓടിപ്പോകാം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, ഓടിച്ചു പറയുകയാണ്. ഇത് ഇങ്ങനെയല്ല, സമയമെടുത്ത് പറയേണ്ടതും പ്രസംഗിക്കേണ്ടതാണ്. എല്ലാ വാക്യങ്ങളും പുറത്തു കൊണ്ടുവന്ന് ഓരോ സാമ്രാജ്യങ്ങളെയും വിശദമാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതാണ്. ദൈവം അനുവദിച്ച് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, ചാർട്ടൊക്കെ ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറയുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്കൊന്ന് തരണം, അതിനുവേണ്ടി മാത്രമാണ്. നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ദാനിയേൽ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. അതായത് അതിൻ്റെ താഴേക്ക് 7-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അതാണ് തുടക്കം. ദാനിയേൽ 7:2. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 ചുറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിന് മനുഷ്യഹൃദയം കൊടുത്തു. അത് കഴിഞ്ഞുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ മൃഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കരടിക്ക് തുല്യമായ മൃഗം. അത് കഴിഞ്ഞുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ കരടിക്ക് സദൃശ്യമായ മറ്റൊരു മൃഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊരു മൃഗത്തെക്കുറിച്ച് പറയും. അത് കഴിഞ്ഞ് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-ാമത്തെ ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നു. അതിന് രൂപം പറയുന്നില്ല, അത് ഘോരവും വന്യവും ഭയങ്കരത്വമുള്ള ഒരു മൃഗം എന്ന് പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ വായിച്ചത്
ആകാശത്തിൻ്റെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. സമുദ്രം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജനസാഗരത്തെയാണ്. ജനസാഗരത്തിൻ്റെ നടുവിൽ നിന്നൊരു മൃഗം കയറി വരുന്നു. ആ ഒന്നാമത്തെ മൃഗം സിംഹത്തോട് സദൃശ്യവും അതിന് കഴുകിൻ്റെ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന് ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിന് മനുഷ്യ ഹൃദയം കൊടുത്തു. ഈ സംഭവം വിവരിച്ചു പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, വിവരിച്ചു പറയേണ്ടതാ, ഞാൻ വിവരിച്ചു പറയുന്നില്ല, ഓടിച്ചു പറയുകയാണ്. ഈ സിംഹത്തോട് തുല്യമായ കഴുകിൻ്റെ ചിറകുള്ള ഈ മൃഗം കാണിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്തെയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചിറക് പറഞ്ഞു പോയെന്ന് കാണുന്നു. ചിറക് പറഞ്ഞു പോയ കാര്യം, അതായത് നെബൂഖദ്നേസർ 7 ആണ്ടത്തേക്ക് കാട്ടിൽ മൃഗങ്ങളോടുകൂടെ പുല്ല് തിന്ന് ജീവിച്ച ഒരു കാലമുണ്ട്. മൃഗതുല്യമായി ജീവിച്ച ഒരു കാലമുണ്ട്. അതാണ് അതിൻ്റെ ചിറക് പറഞ്ഞു പോയി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ നിവർത്തി നിർത്തി, അതിന് മനുഷ്യൻ്റെ ഹൃദയവും കൊടുത്തു എന്ന് പറഞ്ഞാൽ 7 വർഷം കഴിഞ്ഞ് നെബൂഖദ്നേസറിനെ യഥാസ്ഥാനപ്പെടുത്തിയ കാര്യമാണ് ആ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, രണ്ടാമത്തത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വ ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയൽ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുകയെന്ന് പറഞ്ഞു. അതായത് ഈ 7-ാം അധ്യായത്തിൽ തന്നെയും 8-ാം അധ്യായത്തിലും നമുക്കിതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ കരടിക്ക് തുല്യമായ മൃഗം മെദോ പേർഷ്യയെ കാണിക്കുന്നു. അതിൻ്റെ ഒരു സൈഡ് ഉയർന്നും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർശ്വ ഉയർന്നും മറ്റേ പാർശ്വം താഴ്ന്നു ഇരിക്കുന്നു. അത് 2 സമൂഹം, അല്ലെങ്കിൽ അത് 2 വംശങ്ങളുടെ ഒരു അലയൻസാണ് ശരിക്കും പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. മേദ്യരുടെയും പാർസികളുടെയും. അതിൽ ഉയർന്നിരിക്കുന്ന ഭാഗം പാർസി വർഗത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന ആ ഭാഗം പാർസി സമൂഹത്തെ കാണിക്കുന്നു, താഴ്ന്നിരിക്കുന്നത് മേദ്യരെ കാണിക്കുന്നു. അതിൻ്റെ വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയൽ കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. അതായത് ഈ പേർഷ്യൻ സാമ്രാജ്യം പതിയെ ഉദയം ചെയ്തു വരുമ്പോൾ ആ ഭാഗങ്ങളിലുള്ള ചെറിയ രാജ്യത്വങ്ങളുണ്ടല്ലോ, ചെറിയ രാജ്യത്വങ്ങൾ. അങ്ങനെ 3 പ്രധാനപ്പെട്ട രാജ്യത്വങ്ങൾ, അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, 3 ചെറിയ രാജ്യത്വങ്ങളെ, അങ്ങനെ അറിയപ്പെടുന്നതല്ല, ആ രാജ്യത്വങ്ങളെ ഇത് കടിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ അതിനെ പരാജയപ്പെടുത്തി എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പേർഷ്യൻ സാമ്രാജ്യം പതിയെ വിപുലമായി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പേർഷ്യൻ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ രണ്ടാമത്തെ മൃഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 6-ാം വാക്യമാണ്. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ ഞാൻ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയുണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. അപ്പം ഈ പുള്ളിപ്പുലിയെ കാണിക്കുന്നത് യവന സാമ്രാജ്യത്തെയാണ്. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. അതായത് ഈ യവന സാമ്രാജ്യം അലക്സാണ്ടറിൻ്റെ ശേഷം തൻ്റെ 4 സേനാനായകന്മാരെ വിധിച്ചെടുക്കുകയാണ്. അതിൽ ഒരു കൂട്ടരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മാസിഡോണിയാണ്. മറ്റൊരു കൂട്ടരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പെർഗമോസാണ്. മറ്റൊരു കൂട്ടരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ സിറിയാണ്. മറ്റൊരു കൂട്ടരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈജിപ്താണ്. ഈജിപ്ത് ഭരിച്ച് ടോളമികൾ, പിന്നെ സിറിയയിലിരുന്ന് ഭരിച്ചത് സെലൂക്യസ്. ബാക്കി 2 പേര്, ഈ 2 പേര് പിന്നീട് പതിയെ വിഴുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-ാമത്തെ മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പ് കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുൻപിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അങ്ങനെയാണ് പിന്നെ പറയുന്നത്. സഹോദരങ്ങളെ, ഞാനിപ്പോൾ ലോക ചരിത്രമാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഉദയം, അത് കഴിഞ്ഞിട്ട് മെദോ പേർഷ്യ. ആ മെദോ പേർഷ്യയുടെ കാലഘട്ടത്തിലാണ് ശരിക്കും ദാനിയേൽ ഈ ദർശനം കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം, അതായത് യവന സാമ്രാജ്യം രംഗത്ത് വരേണ്ടതുണ്ട്. പിന്നെ റോമൻ സാമ്രാജ്യം, അത് ഇതുവരെയുള്ള എല്ലാ സാമ്രാജ്യങ്ങളെക്കാളും ഭയാനകമായിരുന്നു. എല്ലാം തകർക്കുകയാണ്, അല്ലേ? ഇരുമ്പ് വല്ല ഉണ്ടായിരുന്നത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് സകലതിനെ കാൽ കൊണ്ട് ചാവിട്ടിക്കളഞ്ഞു. എല്ലാ സാമ്രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഘോരമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. അതിനു മുമ്പുള്ള ചരിത്രം പോലെയല്ല, അതൊരു ഭയാനകമായ സംഭവമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വായിക്കുന്നത് ചവിട്ടിക്കളഞ്ഞു.
മുമ്പ് കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. 10 കൊമ്പ്. ആ 10 കൊമ്പിനെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പോയി പഠിക്കേണ്ടതുണ്ട്. 10 കൊമ്പിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണതെല്ലാം. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് 10-17 രാജ്യങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തൽക്ഷണം അത് 10 രാജ്യങ്ങളായിട്ട് ചുരുങ്ങേണ്ടതുണ്ട്. 10 രാജ്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 3 രാജ്യം പുറത്തു പോകണം. അങ്ങനെയല്ലേ വായിച്ചേ? ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ആ ചെറിയ കൊമ്പാണ് എതിർ ക്രിസ്തു. അപ്പോൾ ഇത് കാര്യം അങ്ങോട്ട് പോയി നോക്കി. പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യത്തിലേക്കാണ് വരുന്നത്. എത്രാം വാക്യമാണ്? 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. 10 കൊമ്പും പിന്നെ അതിനിടയിൽ നിന്ന് ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതും പിന്നെ 3 പറഞ്ഞു പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സഹോദരങ്ങളിപ്പോൾ പലതും ചിന്തിക്കുകയായിരിക്കും, എൻ്റെ ദൈവമേ ഇതൊക്കെ കേട്ടിട്ട് എന്നാ പ്രയോജനം ഇപ്പോൾ, ഇതുകൊണ്ടല്ലോ പ്രയോജനമുണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്തെന്നറിയാമോ? ഞാൻ ദാനിയേലിൻ്റെ കൂടെ നിന്നാണ് സംസാരിക്കുന്നത്. ദാനിയേൽ ഈ ദർശനമൊക്കെ കാണുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചേ. 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. ദാനിയേൽ ഈ ദർശനമൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് ദാനിയേൽ പറയാണ്, ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു, ആർക്കും അത് മനസ്സിലായില്ല. ഈ ദാനിയേൽ പ്രവചനം അവസാനിക്കുമ്പോൾ ദാനിയേലിനോട് പറയാണ് തൻ്റെ പ്രവചനത്തെ മുദ്രയിട്ടേക്കാൻ. എന്ന് വെച്ചാൽ ദാനിയേലിന് ഇതെല്ലാം ഒന്നും മനസ്സിലായില്ല. ദാനിയേൽ പ്രവചിച്ചു വെച്ച കാര്യങ്ങൾ മനസ്സിലാകുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾക്കും എനിക്കുമാണ്. നമുക്കിന്നിത് മനസ്സിലാകുന്നു. നമ്മുടെ ഇടയിൽ സൺഡേ സ്കൂൾ കുട്ടികൾ പോലും ദാനിയേൽ പ്രവചനം പഠിക്കുന്നുണ്ട്. പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് പിടികിട്ടിയില്ല. അല്ലെങ്കിൽ ദാനിയേലിൻ്റെ കാലത്ത് ദാനിയേലിന് മനസ്സിലായില്ല. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഈ മെദോപേർഷ്യയുടെ കാലത്ത് ദാനിയേൽ ഈ ദർശനങ്ങൾ കാണുമ്പോൾ മേലാൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ദാനിയേൽ മരിച്ചുപോയി. ദാനിയേൽ മരിച്ചുപോയതിന് ശേഷം പിന്നെ യവന സാമ്രാജ്യം വന്നു, റോമൻ സാമ്രാജ്യം വന്നു. അത് കഴിഞ്ഞുള്ള ഈ നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ഭിന്നരാജ്യത്വം, അതായത് ഇവിടെ ഡിക്റ്റേറ്റർമാരുണ്ട്, ജനാധിപത്യ രാജ്യങ്ങളുണ്ട്, അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒടുവിലാണ്, ഏറ്റവും ഒടുവിലാണ് സഭ എടുക്കപ്പെടും. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് ചെറിയ കൊമ്പ് മുളച്ചു വരും. ആ ചെറിയ കൊമ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു പോകും. പിന്നെ കാണുന്നത് എങ്ങനെയാണ്? ന്യായാസനങ്ങളെ വെച്ച കാര്യമാണ്. 7-ാം അധ്യായത്തിൻ്റെ ദാനിയേൽ പ്രവചനം 7:14. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകും. 2-ാം അധ്യായത്തിൽ ഈ സെയിം ഇതുപോലെ തന്നെയുള്ള ഒരു വാക്യമുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഒരു നാൾ വിളകിപ്പോകാത്ത ഒരു രാജ്യത്തോടെ സ്ഥാപിക്കുന്ന കാര്യം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു നാൾ വിളകിപ്പോകാത്ത ഒരു രാജ്യത്വം നമ്മുടെ കർത്താവ് സ്ഥാപിക്കും. ഈ ഭൂമിയിൽ 1000 വർഷം ഭരിക്കും. അത് കഴിഞ്ഞ് 18-ാം വാക്യം ഒന്ന് വായിച്ചേ. 18-ാം വാക്യം. എന്നാൽ അത്യുന്നതനായ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലം രാജ്യത്വം അനുഭവിക്കും. അത് ഈ വാക്യത്തിലൂടെ നമ്മൾ കാണുന്നത്. അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ഈ ഭൂമിയിൽ അവർ 1000 വർഷം ആ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ദൈവസഭയുണ്ട്. അതൊക്കെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. പിന്നത്തേതിൽ പുതിയ ഭൂമിയിൽ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്വം ആരംഭിക്കുകയാണ്. അത് ഒരു നാളും ഇളകിപ്പോകാത്ത രാജ്യത്വമാണ്. അപ്പം ഒരു കൂട്ടം ആളുകൾ ഈ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ ഇപ്പോൾ തകർന്നു, ഇസ്രായേൽ ഇല്ലാതെ പോകുന്നൊക്കെ. താൽക്കാലികമായ അടികളെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നിത്യമായിട്ട് അവരെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആ രാജ്യത്തെ ഇല്ലാതെയാക്കാൻ ആർക്കും കഴിയില്ല. കാരണം അവർ വാഗ്ദത്ത ജനമാണ്. കാരണം ഈ വായിച്ചതുപോലെ അവർ സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കേണ്ടവരാണ്. സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ വചനത്തിലല്ലേ പറയുന്നത്, മാറ്റമില്ലാത്ത ദൈവവചനത്തിനകത്ത്. അത് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ നീങ്ങിപ്പോകുന്നോ മാറിപ്പോകുന്നോ കാര്യങ്ങളോ അല്ല. അത് ദൈവം നേരത്തെ മുന്നമേ പ്ലാൻ ചെയ്തു വെച്ച കാര്യമാണ്. അതിന് 27-ാം വാക്യം കൂടെ, അതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്യങ്ങളാണ് ഈ 18, 27 പിന്നെ രാജ്യത്വം ആധിപത്യം ആകാശത്തിന് കീഴെ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വം എന്നാണ് വായിക്കുന്നത്. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വം. ആ നിത്യരാജ്യത്വം സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്.
സകല രാജ്യത്വങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. അവന് രാജ്യത്വം നിത്യരാജ്യത്വമാണ്. സഹോദരങ്ങളെ, 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓടിച്ചു പറയാം, സമയം പോയി എങ്കിലും ഓടിച്ചു പറയാം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ എന്ന എനിക്ക് ആദിയിലുണ്ടായതിനു ശേഷം ബേൽശസ്സർ രാജാവിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഉലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഉടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്ന ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിൻ്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാവുന്നവനും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്തു വമ്പ് കാട്ടിപ്പോന്നു. സഹോദരങ്ങളെ, നമ്മൾ ഈ 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആട്ടുകൊറ്റനെ കാണുന്നു. അതിന് 2 കൊമ്പുണ്ട്. ഒരു കൊമ്പ് നീണ്ടതും ഒരു കൊമ്പ് അല്പം ചെറുതുമാണ്. അത് 4 സൈഡിലേക്കും ഇങ്ങനെ ഇടിച്ചടിച്ച് നിൽക്കുകയാണ്. ആ ഇടിച്ചടിച്ച് നിൽക്കുന്ന ആ ആട്ടുകൊറ്റൻ അത് പാർസി സാമ്രാജ്യത്തെ കാണിക്കുന്നു. പാർസി സാമ്രാജ്യത്തെ. അത് കഴിഞ്ഞ് 5-6 വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലെ കടകൾ മൂടി വന്നു. ആ കോലാട്ടുകൊറ്റന്റെ കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്ന ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ചു, അതിൻ്റെ കൊമ്പ് 2 തകർത്ത് കളഞ്ഞു. അതിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലായിരുന്നു. അപ്പോൾ 2 ആടുകൾ, ഒന്ന് ആട്ടുകൊറ്റൻ, അടുത്തത് കോലാട്ടുകൊറ്റൻ. ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തെ കാണിക്കുന്നു. ആ 2 കൊമ്പ് മേദ്യരെയും പാർസ്യരെയും കാണിക്കുന്നു. അത് കഴിഞ്ഞ് കോലാട്ടുകൊറ്റൻ വന്ന് ഈ ആട്ടുകൊറ്റനെ ഇടിച്ച് തകർക്കുകയാണ്. ആ കോലാട്ടുകൊറ്റനാണ് യവന സാമ്രാജ്യം. അത് വന്ന് ഈ ആട്ടുകൊറ്റനെ തകർക്കുകയാണ്. പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് യവന സാമ്രാജ്യം ലോകത്തിൻ്റെ ഭരണം കാൽക്കീഴിലാക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 7-8 ഈ വായിച്ച ഭാഗത്ത് 7-8 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആട്ടുകൊറ്റനെ കോലാട്ടുകൊറ്റൻ നിലത്ത് തള്ളിയിട്ട് കളഞ്ഞു. അത് കഴിഞ്ഞ് കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിവിടെ വലിയ കൊമ്പെന്ന് പറയുന്നത് അലക്സാണ്ടറെ കാണിക്കുന്നു. അതിന് പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിന് പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അതായത് യവന സാമ്രാജ്യത്തിന് ശേഷം ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം 4ആയി വിഘടിച്ചു പോകുന്ന കാഴ്ചയാണ് ആ 4 കാറ്റ് കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ഈ യവന സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ഉത്ഭവിക്കാനിരിക്കുന്ന 4 സാമ്രാജ്യങ്ങളെ, അതിനെ സാമ്രാജ്യം എന്ന് വിളിക്കാൻ പറ്റില്ല, 4 രാജ്യത്വങ്ങളെ, ആ 4 രാജ്യത്വങ്ങളെക്കുറിച്ചാണ് പിന്നീട് പറയുന്നതെല്ലാം. അതിനുശേഷം യവന സാമ്രാജ്യത്തിൻ്റെ പതനം സംഭവിക്കുന്നു. പിന്നത്തേതിൽ അത് 4ആയിട്ട് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ 4ആയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ആ കാലത്ത് ആ രാജാക്കന്മാർ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ തുടർന്നുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഇസ്രായേൽ ഭയപ്പെടേണ്ട, ആ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഇസ്രായേലിനെ എങ്ങനെ സംരക്ഷിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അതിൻ്റെ 18-ാം വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ താഴേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ 19, 20, 21 വാക്യങ്ങളൊന്ന് വായിക്കാം. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തേക്ക് സംഭവിക്കാനിരിക്കുന്നത് ഞാൻ എന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. 2 കൊമ്പുള്ളവൻ ഈ കണ്ട ആട്ടുകൊറ്റൻ പാഴ്സ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളിൽ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു. അതെ, 1-ാമത്തെ രാജാവ് എന്ന് പറയുന്ന അലക്സാണ്ടറെ കാണിക്കുന്നു. അത് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ, അതായത് 22-ാം വാക്യം, അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിൻ്റെ ശക്തിയോടെ അല്ലതാനും. എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവം ഉപായ ബുദ്ധിയുള്ളൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയിലല്ലതാനും അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കും. അപ്പോൾ ഈ 4 രാജാക്കന്മാരുടെ കാലത്ത്
അതിലൊരു രാജാവ് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാനുണ്ട്. ഞാനിത് ഈ 3 അധ്യായങ്ങൾ ഒരു ആഗ്രഹം കൊണ്ട് ഓടിച്ചു പറഞ്ഞതാണ് സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്തിനെന്ന് ചോദിച്ചാൽ, ദാനിയേൽ ഇത് പ്രവചിക്കുന്ന കാലത്ത്, ഈ ദർശനങ്ങൾ കാണുന്ന കാലത്ത് ഇങ്ങനത്തെ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിൽ ഏതെങ്കിലും മതഗ്രന്ഥത്തിൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കൊക്കെ ലോകത്തിലെ പല മതഗ്രന്ഥങ്ങളെക്കുറിച്ചോ അറിവുള്ള ആൾക്കാരാണ്. ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ ലോകചരിത്രം ഇതുപോലെ സ്പഷ്ടമായിട്ട് ഇത്ര ആക്യുറേറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ ഈ ദാനിയേൽ പ്രവചനത്തിലൂടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ച ഒറ്റ കാര്യമുള്ളൂ. സ്വർഗത്തിലെ ദൈവം മേലാൽ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തൻ്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ചത് എത്ര കൃത്യമായിട്ടാണ് സംഭവിക്കുന്നത്. കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ആ ബിംബത്തിൻ്റെ കാൽപാദത്തിൽ അടിക്കുന്നു. അത് കാൽപാദത്തിലൊക്കെ അടിക്കുന്നതിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. അതിൻ്റെ സമയമായി സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കൂടുതൽ വചനത്തോട് അടുക്കാം, വചനം പഠിക്കാം, ആത്മാവിൽ ഒരുങ്ങാം. ദൈവസഭ കൃപാവരങ്ങളിലും അതുപോലെ വചനത്തിലും ഒക്കെ നിശ്ചയമുള്ളവരായി, സമ്പന്നരായി, ആത്മീയത്തിൽ തലയെടുപ്പുള്ളവരായി ഒരു സൈന്യം എന്ന നിലയിൽ ഉണർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത അറിയാവുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. സഹോദരങ്ങൾ ഈ കാര്യത്തിനൊക്കെ ഗൗരവം കൊടുക്കണം. അതുകൊണ്ട് ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിലൂടെ നമ്മൾ ഓടിച്ച് കണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ദൈവ പൈതലിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഈ സാമ്രാജ്യങ്ങളൊക്കെ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് വന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെത്തി. 10 കൊമ്പ് മുളച്ചു എന്ന് നിങ്ങൾ ഓർക്കണം. 10 കൊമ്പ് മുളച്ചു. ഇനി അതിനിടയിൽ നിന്നൊരു ചെറിയ കൊമ്പ് മുളയ്ക്കാനേ ഉള്ളൂ. ആ ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതിന് മുമ്പ് ദൈവസഭയോട് നിന്ന് എടുക്കപ്പെടണം. ആ ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടണം. അതിൻ്റെ കാലം ഏറ്റവും ആസന്നമായി. 2024 ആരംഭ ദിവസം. വാത്സല്യ സഹോദരങ്ങൾ, എനിക്കിങ്ങനെയാണ് ഉണർത്തിക്കാനുള്ളത്. ദൈവവചനത്തിലേക്ക് നമ്മൾ കൂടുതൽ ഉറ്റിരിക്കണം. കൂടുതൽ വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ദിവസങ്ങളിൽ കൃപ പ്രാപിച്ച്, ബലം പ്രാപിച്ച്, ആത്മാവിൽ ബലപ്പെട്ട് ദൈവസഭയ്ക്ക് സബലന്മാരായി തീരാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.